ഇത്തവണ സംസ്ഥാനത്ത് മഴ വളരെ കുറവാണ്. പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ. പാലക്കാട് കാർഷിക ജില്ലയാണ്. പക്ഷേ മഴ ലഭിക്കാത്തതുകൊണ്ട് കർഷകരെല്ലാം വലിയ ദുരിതം അനുഭവിക്കുകയാണ്. കർഷകർ മാത്രമല്ല എന്നുള്ളതാണ് പാലക്കാട്ട് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് എനിക്കൊപ്പം ചേരുന്ന മുഹമ്മദ് ഫൈസൽ. മുഹമ്മദ് ഫൈസൽ UP സ്വദേശിയാണ്. എല്ലാ മഴക്കാലത്തും മുഹമ്മദ് ഫൈസൽ കേരളത്തിലേക്ക് എത്തും. ഫൈസലിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ടാർപ്പായ കച്ചവടമാണ്. ടാർപ്പായ കേരളത്തിലേക്ക് കൊണ്ടുവരും വ്യാപകമായി. എന്നിട്ട് ഈ മഴക്കാലത്ത് കേരളത്തിൽ ഈ വഴിയോരങ്ങളിലെല്ലാം നടന്ന് വിൽപ്പന നടത്തുന്നതാണ് ഫൈസലിൻ്റെ കച്ചവട രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ മഴയില്ല, കച്ചവടം കുറഞ്ഞു. കച്ചവടം സാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വർഷം മഴയില്ല, ജീവിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. കച്ചവടം തീരെയില്ല. കച്ചവടം റൂമ് കമ്മിയുണ്ട്, കച്ചവടം തീരെയില്ല. ഈ മഴക്കാലം പ്രതീക്ഷയാണ് അവിടെ നിന്ന് വന്നത്. അതന്നെ, വേറെ ഒന്നുമില്ല. കച്ചവടം എല്ലാം ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒറ്റയ്ക്കാണോ അങ്ങനെ കുടുംബമായിട്ട്? അല്ല സാർ, കുറേ പേരുണ്ട് ഇവിടെ. ഞാൻ ഹിന്ദിക്കാർ കച്ചവടം ജീവിക്കുന്നത്, ഒക്കെ പാലക്കാട് താമസിക്കുന്നത്. പക്ഷേ ഈ വർഷം കച്ചവടം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കച്ചവടം എല്ലാവരും സെയിം, എല്ലാവരും പറഞ്ഞ മോശം, പനിയില്ല, ഒന്നുമില്ല. സാധാരണ എങ്ങനെയാണ് നിങ്ങൾ ഈ മഴക്കാലത്ത് കേരളത്തിൽ കച്ചവടം കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാറ്? സാർ ഇവിടെ തന്നെ മഴ മാറിക്കുന്ന പിന്നെ തമിഴ്നാട് കച്ചവടം. അപ്പോൾ അവിടെ മഴ പെയ്യുമ്പോൾ അവിടേക്ക് അവിടെ നിന്ന് മഴക്കാലത്തിൽ മാത്രം ടാർപ്പായി കച്ചവടം, വേറെ ഒന്നുമില്ല കേട്ടോ. കേരളത്തിൽ ഇത്തവണ വന്നപ്പോൾ കച്ചവടം ഇല്ലാണ്ടായിപ്പോയി. ഈ വർഷം കച്ചവടം അല്ല, ബാക്കി എല്ലാ കൊല്ലത്തിന് മഴ ഉണ്ടാവും, നല്ല കച്ചവടം ഉണ്ടാവും. എവിടുന്ന ഈ ടാർപ്പായ കൊണ്ടുവരുന്നത്? എവിടുന്ന? അതെ സാർ, ടാർപ്പായി നമ്മൾ ഗുജറാത്തിൽ കൊണ്ടുവരണേ. ഗുജറാത്ത്. കേരളത്തിലേക്ക് എത്ര ലക്ഷം രൂപ ടാർപ്പായ കൊണ്ടുവന്നാവും നിങ്ങളെല്ലാവരും? അപ്പോൾ ഞാൻ 5-6 പേര് സാർ, ഒരു 10-12 ലക്ഷം രൂപേനെ സാധനം കൊണ്ടുവരണേ. പക്ഷേ കച്ചവടം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതെ, താമസിക്കാനുള്ള പൈസ പോലും കിട്ടുന്നില്ല. അത് ഒന്നുമില്ല ഭായി, പെട്രോളിന് പൈസ കിട്ടുന്നില്ല, എന്താ ചെയ്യാ ഭായി? അതെ, മുഹമ്മദ് ഫൈസലിനെ പോലെ ഒരുപാട് ആളുകൾ അന്യനാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഈ മഴക്കാലം പ്രതീക്ഷിച്ച് വന്ന് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. അവരെല്ലാം പറയുന്ന വലിയ ദുരിതത്തിൻ്റെ കഥയാണ്. കാരണം 10-12 ലക്ഷം രൂപ ചെലവിട്ട് ഫൈസലും 5-6 സുഹൃത്തുക്കളും ചേർന്നാണ് ഈ ടാർപ്പായകളെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുവന്നു. പക്ഷേ വലിയ രീതിയിൽ കച്ചവടമില്ല. ഈ നാട്ടുവഴികളിലേക്ക് ബൈക്കിൽ കൊണ്ടുപോകും, പിന്നീട് എവിടെയെങ്കിലും വെച്ച് കച്ചവടം നടത്തുന്നതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. പെട്രോൾ അടിക്കാൻ പണം ലഭിക്കുന്നില്ല, താമസിക്കാൻ പണമില്ല, എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഈ മഴക്കാലം ഇനിയും ഇങ്ങനെ മഴ പെയ്യാതെ നീണ്ടു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും തങ്ങളെന്ന് ഫൈസലിനും ഫൈസലിൻ്റെ സുഹൃത്തുക്കൾക്കും അറിയുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. സാധാരണ രീതിയിൽ കേരളത്തിൽ മഴക്കാലം കഴിഞ്ഞാൽ അപ്പം തന്നെ തമിഴ്നാട് മഴ പെയ്യുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ കേരളത്തിലോ കച്ചവടം കഴിഞ്ഞാൽ നേരെ തമിഴ്നാട് പോയി കച്ചവടം നടത്താറുണ്ട്. ഒരു വർഷത്തേക്കുള്ള അവരുടെ സമ്പാദ്യം അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇത്തവണ കേരളത്തിൽ പ്രതീക്ഷിച്ചതുപോലെ മഴ ലഭിച്ചില്ല. അത് അവരുടെ കച്ചവടത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദുരിതമാണ് ഇപ്പോൾ ഫൈസൽ നമ്മളോട് പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.